سلام عليكم يا رسول سلام عليكم مرحبا يا نور عيني مرحبا جد الحسين مرحبا أهلا وسهلا مرحبا يا خير داعي كفرا عني ذنوبي وغفرا ഈ സമയത്ത് നീ എത്തിക്കണേ അല്ലാഹ് അവിടുത്തേക്ക് വസീലയും ഫളീലയും നീ നൽകണേ റഹ്മാനേ അവിടുത്തെ ശഫാഅത്ത് ഖാബിലും ദോഷവുമായ ഞങ്ങൾക്കും ഞങ്ങളിൽ നിന്ന് മരണപ്പെട്ടു പോയവർക്കും നീ നൽകണേ റഹ്മാനേ അവിടുത്തോടൊപ്പം സ്വർഗ്ഗത്തിൽ കടക്കാൻ ഞങ്ങൾക്കും അവർക്കും നീ ഭാഗ്യം നൽകണേ അല്ലാഹ് മുത്തനബിയുടെ ഭാര്യമാരെ ഹദറത്തിലേക്ക് എത്തിക്കണേ അല്ലാഹ് അംബിയാ മുർസലീങ്ങളെ ഹദറത്തിലേക്ക് എത്തിക്കണേ അല്ലാഹ് ശുഹദാക്കൾ സുഹാദികൾ മഹാന്മാർ മശായിഖന്മാർ ഔലിയാക്കൾ ഹദറത്തിലേക്ക് എത്തിക്കണേ റഹ്മാനേ ഈ മഹാന്മാരുടെ ദറജകളെ നീ ഉയർത്തണേ അല്ലാഹ് സ്വർഗ്ഗത്തിൽ ഉന്നത പദവി നൽകണേ റഹ്മാനേ ഈ മഹാന്മാരുടെ ഹഖ് ജാഹ് ബറകത്ത് കൊണ്ട് ഞങ്ങൾ ഓതിയ പരിശുദ്ധമാക്കപ്പെട്ട ഖുർആന്റെ ഹഖ് കൊണ്ട് ഞങ്ങൾ ചൊല്ലിയ പരിശുദ്ധമാക്കപ്പെട്ട മൗലിദിന്റെ ഹഖ് കൊണ്ട് റഹ്മാനേ ഞങ്ങളുടെ പാപങ്ങൾക്ക് മാപ്പ് നൽകണേ അല്ലാഹ് അറിഞ്ഞുകൊണ്ടും അറിയാതെയും രഹസ്യമായും പരസ്യമായും ചെറുതും വലുതുമായി ഒരുപാട് ദോഷങ്ങൾ ചെയ്തിട്ടുണ്ട് നാഥാ പുറത്തു നൽകണേ അല്ലാഹ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹ്, വളരെയേറെ സന്തോഷത്തിലാണ് ഇപ്പോൾ ഉള്ളത്. അൽഹംദുലില്ലാഹ്, ധാരാളം വർഷങ്ങളായിട്ട് നമ്മുടെ മഹല്ലത്തായ പൂക്കാട്ടിരി മഹല്ലത്തിൽ വളരെ വിപുലമായി നടത്തിക്കൊണ്ടിരിക്കുന്ന ഭക്ഷണ വിതരണം, മൗലിദ് പാരായണം, അതിനോട് അനുബന്ധിച്ചുകൊണ്ടുള്ള ഭക്ഷണ വിതരണം, മാംസ വിതരണം, അത് അൽഹംദുലില്ലാഹ് ഇന്നും വളരെ വിപുലമായിട്ട് തന്നെ നമുക്ക് നടത്താൻ കഴിഞ്ഞു എന്നതിൽ ഏറെ സന്തോഷം ഉണ്ട്. അൽഹംദുലില്ലാഹ്, ഈ കാലമത്രയും ഓരോ വീടുകളിലേക്കും എത്തിക്കും വിധത്തിൽ, കിട്ടും വിധത്തിൽ അതിനുള്ള സംവിധാനങ്ങൾ ഒരുക്കിയിട്ട് ആ വീടുകളിലേക്ക് ഒരു ദിവസത്തേക്ക്, ഒരു നേരത്തേക്ക് വേണ്ട രൂപത്തിലുള്ള ഭക്ഷണം പാകം ചെയ്ത് അവിടെ എത്തിക്കാൻ കഴിഞ്ഞു എന്ന വിഷയത്തിൽ വലിയ സന്തോഷമുണ്ട്. ഇന്നും നമ്മൾ ഉദ്ദേശിക്കുന്നത് നമ്മുടെ മഹല്ലത്തിലെ ഓരോ വ്യക്തികൾക്കും കഴിക്കാൻ കഴിയുന്ന രൂപത്തിലുള്ള ഭക്ഷണം ഇവിടെ പാകം ചെയ്യണം എന്നാണ്. ആ രൂപത്തിൽ തന്നെയാണ് ഈ ഒരു പരിപാടി ഇവിടെ സംവിധാനിച്ചിട്ടുള്ളത്, പ്ലാൻ ചെയ്തിട്ടുള്ളത്. ഇൻഷാ അല്ലാഹ് ഇന്നും അതിന്റെ ഒരു ആരംഭം കുറിച്ചിട്ടുണ്ട്. ഉച്ചക്ക് മുമ്പായിട്ട് എല്ലാ വീടുകളിലേക്കും എത്തിക്കും. ബഹുമാനപ്പെട്ട സയ്യിദുനാ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പേരിൽ ഈ ചെയ്യുന്ന പ്രവർത്തനങ്ങളെല്ലാം അത് നാളേക്ക് ഒരു മുതൽക്കൂട്ടായി വരും. ആ വിഷയത്തിൽ എല്ലാവർക്കും ഒരു പ്രത്യേക താല്പര്യവുമാണ്, മറ്റു പല വിഷയങ്ങളെ പോലെയല്ല. ബഹുമാനപ്പെട്ട മുത്തുനബിയുടെ പേരിൽ നമ്മൾ ചെയ്യുന്ന പ്രവർത്തനങ്ങൾ വളരെ പെട്ടെന്ന് അത് വിജയത്തിലേക്ക് എത്തുന്നു എന്നതാണ്. നമ്മുടെ മഹല്ലത്തിനെ സംബന്ധിച്ച് മാത്രമല്ല, എല്ലാ മഹല്ലത്തിലും ഈ ഒരു സംവിധാനം വലിയ വിജയത്തിലേക്ക് എത്തിക്കാൻ വളരെ പെട്ടെന്ന് കഴിയാറുണ്ട്. എത്ര പ്രതിസന്ധി ഉണ്ടായാലും, സാമ്പത്തിക ബുദ്ധിമുട്ടുണ്ടായാലും, നബിത്തങ്ങളുടെ വിഷയം വരുമ്പോൾ ആ വിഷയത്തിൽ എല്ലാവരും ഒന്നിക്കുകയും അതിനുവേണ്ടി പ്രവർത്തിക്കുകയും ചെയ്യുന്ന ഒരു സന്തോഷകരമായിട്ടുള്ള കാര്യമാണ് നമ്മളൊക്കെ അത് കണ്ടുകൊണ്ടിരിക്കുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല ചെയ്യുന്ന പ്രവർത്തനങ്ങളെല്ലാം കബൂലാക്കട്ടെ ഇൻഷാ അല്ലാഹ്. ഇന്ന് ഇശാ നിസ്കാര ശേഷം നമ്മുടെ
എല്ലാ മാസവും നടന്നുകൊണ്ടിരിക്കുന്ന സ്വലാത്ത്, അതിന്റെ വാർഷികം കൂടെയാണ് ഇന്ന്. ഇൻഷാ അല്ലാഹ് ആ സ്വലാത്ത് ഇന്ന് ഇശാ നിസ്കാര ശേഷം നമ്മുടെ പള്ളിയിൽ വെച്ചുകൊണ്ട് നടത്തപ്പെടും. അതിനോടനുബന്ധിച്ചുകൊണ്ട് തന്നെ ശനിയാഴ്ച മഗ്‌രിബ് നിസ്കാര ശേഷം നമ്മുടെ പള്ളിയിലെ മുത്തഅല്ലിമീങ്ങളുടെ ബുർദകളും അതുപോലെ തന്നെ ഇശൽ വിരുന്നും ഒക്കെ ഉണ്ടാകുന്നതാണ്. അതിനുശേഷം നമ്മുടെ പള്ളിയിൽ നിന്ന് ഹാഫിളായിട്ടുള്ള ഒരു കുട്ടിക്ക് അനുമോദനവും അതിനുശേഷം പ്രാർത്ഥനയും ദുആ സമ്മേളനമൊക്കെ ഉണ്ടാകും. അതിലൊക്കെ എല്ലാവരും പങ്കെടുക്കണമെന്ന് ഉറപ്പെടുത്തുന്നു. എല്ലാവിധ ആശംസകളും നൽകുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് എല്ലാവിധ ഖൈറും ബറക്കത്തും നൽകട്ടെ. ഇൻഷാ അല്ലാഹ് അല്ലാഹു നമ്മുടെ ഈ സംവിധാനങ്ങളൊക്കെ അല്ലാഹു വിജയത്തിലാക്കി തരട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. പഠിക്കുന്നത് എംപയർ കോളേജിലാണെങ്കിൽ ജോലി വെറും സ്വപ്നമാകില്ല. എംപയർ കോളേജ് ഓഫ് സയൻസ്, മൂടാർ, കുറ്റിപ്പുറം, മലപ്പുറം.